ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബിഗ് ബോസിൻ്റെ ഒരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. ആ പ്രോമോ ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ രാത്രി ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു പൊരിഞ്ഞ ഒരു അടി ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ആ ഒരു പ്രോമോയിലൂടെ നമ്മൾ കണ്ടതെന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല. സോ ഈ ഒരു വിഷയത്തിൽ നമുക്കിപ്പോൾ ആരുടെ മേത്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അത്തരത്തിലുള്ള എന്താ പറയുക ബാഡ് ലാംഗ്വേജസ് ആണ് സത്യം പറഞ്ഞ ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റൻസിൽ മിക്ക ആളുകളും ആ ഒരു ഹൗസിൽ ഉപയോഗിക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം വളരെ മോശമായ പ്രയോഗങ്ങളാണ് ഇവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. വീട്ടിലിരിക്കുന്നവരെ പോലും ചുമ്മാ വിടാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളാണ് മിക്ക കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് ബിഗ് ബോസ് സീസൺ ലഭിച്ചതെങ്കിൽ പോലും എന്താ പറയുക, മത്സരാർത്ഥികളുടെ പെരുമാറ്റം എന്താ പറയുക കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടീം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഒരുപാട് അവസരങ്ങളിൽ ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ ഒരു സീസൺ 6 കണ്ടിട്ടുണ്ട്. കാരണം ഇത്തരം ബിഹേവിയർ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ അവർക്ക് ഒരു ഇടം നേടിക്കൊടുക്കുന്നത് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഒരു വെറുപ്പ് മാത്രമേ, അല്ലെങ്കിൽ എന്താ ഒരു നെഗറ്റീവായുള്ളൊരു ഒരു ഇമ്പാക്റ്റ് ആവും പ്രേക്ഷകരുടെ ഭാഗത്ത് തീർച്ചയായും ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓൾറെഡി വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി അതിലുള്ള ചില മത്സരാർത്ഥികൾക്കെതിരെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അവരെങ്ങനെയാണോ ബിഗ് ബോസ് ഹൗസിൽ പെരുമാറുന്നത് അതിൻ്റെ ഒരു റിയാക്ഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും ഇനി ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് കത്തിപ്പാളാൻ പോകുന്നത്, ഇനി ഗബ്രി ഇതിൻ്റെ ഇടയിൽ കയറി എന്തൊക്കെ ഒപ്പിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ആ ഒരു വിഷ്വൽസ് കണ്ടാലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. താങ്ക് യു.